ഹലോ ഗായ്സ്, അപ്പോൾ തുടങ്ങാം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് DS പ്രീമിയം ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഒക്ടോബർ 31 സിനിമ റിലീസ്. ബട്ട് അവരൊരു പ്രയർ റിലീസായിട്ട് പ്രീമിയം ഷോ ഒക്ടോബർ 30 9:30 ഏരീസ് പ്ലസ് ഓഡിയോണിൽ ഇന്ന് ഷോ ഉണ്ട്. അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഷോ കണ്ടിട്ട് നമ്മൾ റിവ്യൂ ഇടും, അതും കൂടെ കണ്ടിട്ടേ പോകാവൂ. നമ്മൾ പ്രീമിയം ആൾക്കാരല്ല, അപ്പോൾ പ്രീമിയം ഷോ ഒക്കെ ഒന്ന് കാണും. നാളെയാണ് ആക്ച്വലി റിലീസ്, ബട്ട് ഇന്ന ഒരു പ്രയർ റിലീസ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് വേണ്ട അവർ ഇന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കണ്ട് റിവ്യൂ പറയാം ഗായ്സ്. അങ്ങനെ നമ്മൾ പടം കണ്ടു, ഞാൻ റിവ്യൂ പറയുന്നുണ്ട്, കണ്ടു എല്ലാവരും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നല്ല തിരക്കുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. രചനയും സംവിധാനവും രാഹുൽ സദാശിവൻ നിർവഹിച്ച് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും വൈനോട്ട് സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിച്ച് 2025 റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ മലയാള ഭാഷ ഹൊറർ ചിത്രമാണ് DS ഇറ. പ്രണവ് മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്ന ഈ സിനിമയിൽ ജിബിൻ ഗോപിനാഥ്, ജയ കുറുപ്പ്, അരുൺ എന്നിവരും കൂടെ അഭിനയിക്കുന്നുണ്ട്. ഈ സിനിമയിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ്. പുള്ളി തന്നെയാണ് ബ്രഹ്മയുഗവും മ്യൂസിക് ചെയ്തത്. ഈ സിനിമ ഒക്ടോബർ 31 റിലീസ്, ഹാലോവിന് അനുബന്ധിച്ചായിട്ട് റിലീസ് ചെയ്യുന്നത്. ബട്ട് ഒക്ടോബർ 30 അതായത് വെള്ളിയാഴ്ച ഇറങ്ങേണ്ട സിനിമ വ്യാഴാഴ്ച രാത്രി ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഒരു ഹൊറർ, ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട് ആ ടീം അനൗൺസ് ചെയ്ത് അവർ നേരത്തെ ഒരു പ്രീമിയം ഷോ റിലീസ് ചെയ്തു. 9:30 ഏരീസ് പ്ലസ് ഓഡിയോണിൽ നമ്മൾ ആ ഷോ കണ്ടു. ആൻഡ് ഭയങ്കര തിരക്കായിരുന്നു, ഫുള്ളായിരുന്നു. ആൻഡ് ആ ക്രൗഡിലിരുന്ന ആ ഒരു ഹൊറർ സിനിമ രാത്രി കണ്ടപ്പോൾ നല്ലൊരു ഫീലും ആൻഡ് ഒരുപാട് എൻജോയും കൂടെ ചെയ്തു ആ സിനിമയിലേക്ക് വരുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ പ്രണവ് മോഹൻലാൽ കരിയർ പെർഫോമൻസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ ഇതുവരെയുള്ള കരിയർ പെർഫോമൻസ് ബെസ്റ്റ് സാധനമായിരിക്കും. DS ഇറയിൽ പ്രണവ് ചെയ്യാൻ പോകുന്നതിന് അത് തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. ബെസ്റ്റ് സാധനം പ്രണവ് ഒരു രക്ഷയില്ല. ആ ഒരു സംസാരങ്ങളും ആ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്, അഭിനയം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് രാഹുൽ സദാശിവൻ കിട്ടില്ലനായിട്ട് ബ്ലെൻഡ് ചെയ്ത് അപ്പുവിൽ എത്തിച്ചിട്ടുണ്ട്, പ്രണവിൽ മോഹൻലാലിൽ എത്തിച്ചിട്ടുണ്ട്. ആൻഡ് പ്രണവിൻ്റെ ആ ഒരു എൻട്രി തന്നെ തുടക്കം തന്നെ ഫയറാണ്. അതായത് തുടക്കം തന്നെ ഒരു ഉന്മാദത്തോടെയാണ് വരുന്നത്. സിനിമ ഇങ്ങനെ സ്ലോയിൽ ഇങ്ങനെ വന്നിട്ട് പ്രണവിൻ്റെ ഒരു എൻട്രി അല്ല, അത് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. പക്ക ഒരു എൻട്രിയാണ് പ്രണവിൻ്റെ എൻട്രി. അപ്പോൾ അതിന് തന്നെ ചെറുക്കൻ പ്രണവ് എന്താ പറയുക, ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിയെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ആക്ടിങ് സ്കില്ലിലേക്ക് വന്നിട്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ നന്നായിട്ട് അത് ആ തുടക്കം തന്നെ ആ ഒരു വേഷപ്പകർച്ച കൊടുത്തിട്ടുണ്ട് രാഹുൽ സദാശിവൻ. അതിന് തീർച്ചയായിട്ടും ഒരു കയ്യടി ഉണ്ട്. ആൻഡ് ഇതിൽ വരുമ്പം ഒരു എന്താ പറയുക, ഫസ്റ്റ് ഹാഫിലും പ്രണവിന് ആദ്യം, അതായത് ഈ എന്താ പറയുക, ഗോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആ മിസ്റ്ററി അത് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം. ആ ഒരു സംഭവം ആ പ്രണവിൻ്റെ വീട്ടിൽ വെച്ച് പ്രണവിൻ്റെ കുറച്ച് ആധികാരിക രംഗങ്ങളുണ്ട്. പ്രണവ് നമ്മൾ ട്രെയിലറിൽ കൊണ്ടുവല്ല കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആ കുറച്ച് സീനുകളൊക്കെ. ഞാൻ അപ്പോൾ ഇങ്ങനെ നോക്കി, പ്രണവിനപ്പോൾ ഇത്ര നല്ലതായിട്ട് അഭിനയിക്കാൻ അറിയാമില്ലേ, ടാലൻ്റുള്ള പയ്യനാണല്ലേ. പിന്നെ അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് പ്രണവ് ഇനിയും പടങ്ങൾ ചെയ്യണം, ഇനിയും ഇതുപോലെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ്. ഈ സിനിമയിൽ പടത്തിലുടനീളം കിട്ടില്ലനായിട്ട് പെർഫോമൻസ്, അതായത് ഒരിടത്ത് പോലും ഡൗൺ ആവാതെ, അല്ലെങ്കിൽ ഒരിടത്ത് പോലും കല്ലുകടിയാവാതെ, അല്ലെങ്കിൽ ഒരിടത്ത് പോലും എന്താ പറയുക മോശം പറയുന്ന രീതിയാവാതെ കിട്ടില്ലനായിട്ട് കരിയർ പെർഫോമൻസ് പ്രണവ് മോഹൻലാൽ പടത്തിൽ ചെയ്തിട്ടുണ്ട്. സൂപ്പർബ് എന്ന് വെച്ചാൽ സൂപ്പർബ്. എനിക്ക് രോഹൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ. സത്യം ആ കിട്ടില്ലൻ ക്യാരക്ടറാണ്. ആൻഡ് രണ്ടാമത് വരുമ്പോൾ രാഹുൽ സദാശിവൻ, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ ഹൊററിൻ്റെ ഏതോ ഒരു ബുക്കുണ്ട് കയ്യിൽ. അതായത് ഒരു കാണുന്ന ആ ഓഡിയൻസിന് അത് പുള്ളൗട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത് കാണുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അതും ഇപ്പോൾ ഉള്ള ഈ ഒരു സെനാറിയോ അല്ലെങ്കിൽ ഈ ഒരു സമയങ്ങളിലൊക്കെ ഇങ്ങനെ അതൊരു ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അതൊരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് എനിക്കത് ഫീലായി. ആ ഒരു പെട്ടെന്നുള്ള ഇങ്ങനെ രംഗം, പേടിപ്പിക്കുന്ന രംഗം, അല്ലെങ്കിൽ ടെൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു സീൻസ് അല്ല, അത് അതൊന്ന് ഇമോഷണലായിട്ട് എനിക്കൊന്ന് കണക്ഷനായി. എടീ എന്തോന്നിട്ട് ചുമ്മാ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ തോന്നി. എനിക്ക് തോന്നുന്നു അതൊരു ഡയറക്ടർ എന്ന രീതിക്ക് രാഹുൽ സദാശിവൻ ജയിച്ച ഒരു കാര്യമാണ്. അത് പുള്ളി കിട്ടില്ല.
നമ്മൾ ഇംഗ്ലീഷ് സിനിമ കണ്ടില്ല, ആ ഒരു ഫീലാണ് എനിക്ക് അടിച്ചത്. ഞാൻ ഇങ്ങനെ ഇപ്പോൾ വരുവടാ. എൻ്റെ അടുത്ത എൻ്റെ സുഹൃത്ത് ഹുനൈസും ഉണ്ടായിരുന്നു. ഹുനൈസും ഞാനുമായിട്ട് കണ്ണു മറച്ചിരിക്കാടാ ഇപ്പോൾ വരുവടാ അങ്ങനത്തെ. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്താണ്, നമ്മൾ മാത്രമല്ല തിയേറ്ററിലിരുന്ന് എല്ലാവരും എൻജോയ് ചെയ്ത് സൂപ്പറായിട്ടിരുന്ന് കണ്ടു. ആൻഡ് രാഹുൽ സദാശിവൻ നല്ല കിടിലം പടം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല പടമാണെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ ഒരു പേടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഒരു സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആൻഡ് ഇതിൻ്റെയോടൊപ്പം തന്നെ ക്രിസ്റ്റോ സേവറുടെ മ്യൂസിക് വരുന്നുണ്ട്. മ്യൂസിക് ആകുമ്പോൾ ജംഗിൾ പൊളി സാധനങ്ങൾ, ഒരുപാട് ഒരു ടെൻസ്ഡായിട്ട് എനിക്കത് സത്യം ഞാൻ ചുമ്മാ അല്ല ഫീലായി. എനിക്ക് ചുമ്മാ ഇങ്ങനെ കയ്യിലിങ്ങനെ രോമം അടിച്ചിങ്ങനെ ആ സെറ്റിങ് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് സെറ്റിംഗ് ഒക്കെ പിന്നെ ഇങ്ങനെ ചില സമയങ്ങളിൽ എനിക്കിങ്ങനെ നമ്മൾ എന്താ പറയുക, സീൻ ഓടുകയാണ്, തിയേറ്ററിൽ മൊത്തം സൈലൻ്റ് ആണ്. അതായത് ഓൺ സ്ക്രീനിലും സൗണ്ട് ഒന്നുമില്ല, ഈവൻ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലും ഇല്ല, തിയേറ്ററിലും ഇല്ല, ഫുൾ സൈലൻ്റിലിരിക്കണം ഇങ്ങനെ എല്ലാവരും. പെട്ടെന്നൊരു ചെറിയൊരിത്, അതായത് എന്താ പറയുക, ഒരു ബോട്ടിലെ ഒരു മൂടി ഇങ്ങനെ തുറക്കും, എല്ലാവരും ടെൻഷനായി. അങ്ങനെ ഒരു ചെറിയൊരു സാധനങ്ങൾ വെച്ച് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ഒരു ചെറിയ സാധനങ്ങൾ വെച്ച് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി സിനിമയിൽ. നല്ല രീതിയിൽ ആ ഒരു ടെൻഷൻ അതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സിനിമയിൽ. എനിക്ക് ആ മ്യൂസിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ സിനിമയിൽ കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതായത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, അരുൺ എന്ന ക്യാരക്ടർ, പുള്ളി ഈ പടക്കളം സിനിമയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പടക്കളം സിനിമയിൽ സന്ദീപ് അല്ലാതെ വേറൊരു ആക്ടറിൻ്റെ കൂടെ ഒരു ഹൈറ്റുള്ള ഒരു സ്കിന്നി ആയിട്ടുള്ള ഒരു ആക്ടർ, ആ പുള്ളിയാണ് അരുൺ. ആ പുള്ളി ഈ സിനിമയിലുണ്ട്. ആ പുള്ളിയുടെ ഒരു സീനുണ്ട് ഇതിൽ. അതായത് പുള്ളി പ്രണവിൻ്റെ വീട്ടിൽ വരുന്നു, ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു. അത് ആക്സിഡൻറ്റ് പറ്റുന്ന എങ്ങനെയാണ്, ഞാൻ അതാണ് കൂടുതൽ സ്പോയിലർ പറയുന്നില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം, സൂപ്പറാണ്. അപ്പോൾ അരുണിന് പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഞാനും ഉനീസുമാണ് എൻ്റെ പൊന്നണിയ എന്തോ അത് എയർ റൈറ്റഡ് ഫിലിമാണ്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടിൻ്റെ എന്തോ ഒരുമാതിരി സോംബികളെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി സത്യം. ആ സീനൊക്കെ നിങ്ങൾ കാണണം. ആൻഡ് ഇൻ്റർവെൽ എന്ന് വെച്ചാൽ പീക്ക് ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെൽ നമ്മളിങ്ങനെ അവിടെ ഞാൻ പോണ് പീക്ക് ഇൻ്റർവെല്ല്. ആൻഡ് ജിബിൻ ഗോപിനാഥ് എന്ന പുള്ളിയുണ്ട്. പുള്ളി ആ പുള്ളിയുടെ കണ്ണ് കണ്ടാൽ നമ്മൾ പേടിക്കും. അതായത് പുള്ളി ടെൻഷൻ ആകുന്നതാണ്, പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് ടെൻഷനാകും. അമ്മാരി ഞാൻ ടെൻഷൻ അടിച്ചു സിനിമ കണ്ടപ്പോൾ. ഇങ്ങനെ എന്തോ ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറയണം, ഇങ്ങനെ കാരണം വെറുതെ ഒരു കഞ്ഞി കുടിക്കുന്ന സീനുണ്ടായിരുന്നേ പുള്ളിക്കാരെ. അപ്പോൾ നമ്മളെല്ലാവരും തിയേറ്ററിൽ കഞ്ഞി കുടിക്കാൻ തോന്നുന്നു, അങ്ങനെ തോന്നും കാണാം. പപ്പടമൊക്കെ എടുത്ത് അച്ചാറൊക്കെ ഇട്ട് കഞ്ഞി കുടിക്കാൻ തോന്നും. അപ്പോൾ കുറച്ച് പേടിക്കുന്ന സീൻസൊക്കെ വന്നെൻ്റെ പൊന്നളിയ. ഇതിൽ എനിക്ക് കേട്ടാണ് ഇപ്പോൾ കേട്ടാ രോമം വന്നണ്ട രോമാഞ്ചം. ഇതിൽ വേറെ ഞാൻ പറഞ്ഞില്ലേ, ജയാകുറുപ്പ് എന്നൊരു അമ്മ, അതായത് വില്ലൻ ഞാൻ പറയുന്നില്ല, സർപ്രൈസ് ആകത്തില്ല, വില്ലൻ റോളിലുള്ള ഒരാളുടെ ഒരു അമ്മയുടെ സീനൊക്കെ ഉണ്ട്. ക്ലൈമാക്സിൽ ഏജൻറ്റ് ടീന ഇല്ലേ, അതിൻ്റെ അമ്മയായിട്ട് വരും. ഒരു ടൈം ഞാനും ടെൻഷനായിപ്പോയി, നമ്മൾ അടിക്കാൻ പറഞ്ഞ പോലെ തോന്നിപ്പോയി. അമ്മാതിരി ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു, കിട്ടില്ല. പിന്നെ നിങ്ങൾ ആ ഒരു സസ്പെൻസും ടിസ്റ്റും ഒക്കെ സൂപ്പറാണ്. നമ്മളിങ്ങനെ ഇത്ര ആയിരുന്നാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാണ് എന്നൊക്കെ ഫീൽ ആയിപ്പോയി. മൊത്തത്തിൽ പടം ജംഗിൾ പൊളി. ഒരു ഹൊറർ പടം ഇങ്ങനെ അതും മലയാളത്തിൽ ഇത്രയും ഒരു ഇമ്പാക്റ്റ് തരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം, മസ്റ്റ് വാച്ചാണ്. അതും രാത്രി കാണണമെങ്കിൽ പ്രത്യേകിച്ച് നല്ല സൗണ്ടുള്ള നല്ല ക്ലാരിറ്റിയുള്ള തിയേറ്ററിലൊക്കെ പോയി കണ്ട അടിപൊളിയായിരിക്കും. മിക്കവാറും ഞാൻ ഒന്നുകൂടെ പോവും. ടീച്ചറെ പ്രണവ് മോഹൻലാൽ പേടിപ്പിച്ച് രാത്രി ഞാൻ വണ്ടി ഓടിച്ച് ഒറ്റയ്ക്കാണ് വന്നില്ല പൊന്നളിയാ.